ചിന്തിക്കാം. ഒരു കുടുംബ ജീവിതത്തെ ഒന്നിപ്പിക്കുന്നതും കുടുംബ ജീവിതത്തെ ഭിന്നിപ്പിക്കുന്നതും പ്രധാനമായും എന്താണ്? ഞാൻ ചിന്തിക്കുന്നത്, നിരീക്ഷിക്കുന്നത് വികാരങ്ങൾ തന്നെയാണ്. നമ്മളതിന് ഇമോഷൻസ് എന്ന് പറയും, ഫീലിങ്ങുകൾ എന്ന് പറയും. ഒരു ബന്ധവും തലച്ചോറ് കൊണ്ട് നേരെ ചൊവ്വേ ഉണ്ടാവുന്നതല്ല എന്ന് പറയണം. മറിച്ച് ഹൃദയം കൊണ്ട്, മനുഷ്യ വികാരങ്ങളുടെ ചേർച്ചകളെ കൊണ്ട്, വികാരങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് വിജയിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് നല്ല ബന്ധങ്ങൾ. കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമായിരുന്നു: അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹുബ്ബ ആയിഷ. ആയിഷയുടെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹുവിന് സ്തുതി. എന്തേ ഈ പറയുന്നതിലുള്ള അർത്ഥം? സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭാര്യയുടെ ഗുണത്തെക്കുറിച്ച് വാദോരാതെ സ്വാഭാവികമായ രീതിയിൽ പ്രാർത്ഥനാപൂർവം സംസാരിക്കുന്ന ഒരു പ്രത്യേക മനസ്സ് ഇവിടെ പ്രവാചകർ എന്ന ഭർത്താവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് അപ്പോൾ സ്വന്തം പാർട്ട്ണറിൽ സംഭവിക്കേണ്ടത്? തന്നെ അംഗീകരിക്കുന്ന, തന്നെ മനസ്സിലാക്കുന്ന, തന്നെ ഉൾക്കൊള്ളുന്ന, തൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു പാർട്ട്ണറെ മറ്റൊരു ഭാഗത്ത് കാണുമ്പോൾ ഏതൊരു ഭാര്യയാണ് ജീവിതത്തിൽ സന്തോഷിക്കാതിരിക്കുക? ഏതൊരു ഭർത്താവാണ് ജീവിതത്തിൽ സന്തോഷിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെ പ്രവാചകർ ഈ വൈകാരികമായ ഇമോഷൻ്റെ തലത്തിലുള്ള, ഫീലിങ്ങിൻ്റെ തലത്തിലുള്ള ബന്ധത്തിന് ഊന്നൽ കൊടുക്കുന്ന നല്ല അനുഭവമാണ് ഈ സംഭവത്തിലൂടെ നമ്മുടെ മുൻപാകെ വരച്ച് കാണിക്കുന്നത്. പ്രശ്നമിതാണ്, പലപ്പോഴും ഇന്നത്തെ കുടുംബങ്ങൾ തകരാനുള്ള കാരണമെന്താണ്? അവർ എന്നെ പരിഗണിച്ചില്ല, അവർ എനിക്ക് അംഗീകാരം തന്നില്ല, എന്നെ ഷെയർ ചെയ്യാൻ, എന്നെ കേൾക്കാൻ സമയമില്ല, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മൊബൈലിൻ്റെ പിന്നാലെ പോകുന്നു, ഇലക്ട്രോണിക് മീഡിയയുടെ പിന്നാലെ പോകുന്നു എന്ന് ചിന്തിച്ച് വശംവദരായി നിൽക്കുന്ന ആണും പെണ്ണും പുതിയ ലോകത്ത് കുടുംബത്തിൻ്റെ അകത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഈ സന്ദേശം ഓർമ്മിക്കേണ്ടത്. നല്ലത് പറയാൻ, ചെറിയ കാര്യങ്ങളെപ്പോലും നിരീക്ഷിച്ച് എടുത്തു പറയാൻ, ഹൃദയകാരിയായ നല്ല അനുഭവങ്ങളെ അപ്പുറവും ഇപ്പുറവും കൊടുത്തും വാങ്ങിയും ജീവിതത്തിൻ്റെ കെമിസ്ട്രി, അങ്ങനെ പറയുമല്ലോ നമ്മൾ, ജീവിതത്തിൻ്റെ കെമിസ്ട്രി നേരെയാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ബന്ധത്തിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരനുഭവം നമുക്കിങ്ങനെ